മദപ്പാടിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഗുരുവായൂർ നന്ദന് ചികിത്സ ലഭിക്കുന്നുണ്ടോ? പാദരോഗത്തെ തുടർന്ന് മാസങ്ങളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നന്ദനെ നീരിൽ കെട്ടിയതോടെ ഇനി ആനയുടെ അവസ്ഥ എന്താകുമെന്ന് ആശങ്ക ഉയർന്നിരുന്നു. പുന്നത്തൂർ കോട്ടയിലെ കെട്ടുതെറിയിൽ മദപ്പാടിൽ നിൽക്കുന്ന നന്ദനെ ഇനി എങ്ങനെ ചികിത്സിക്കും? പാപ്പാന്മാർക്ക് നീരിൽ നിൽക്കുന്ന ആനയുടെ അടുത്ത് ചെന്ന് ചികിത്സ നൽകുവാൻ സാധിക്കുമോ? 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന നീരുകാലത്തിൽ ആനയുടെ നടകൾ സംരക്ഷിക്കുവാൻ എന്തു ചെയ്യും? നന്ദനെ ഇഷ്ടപ്പെടുന്ന ഓരോ ആനപ്രേമിയുടെയും ആശങ്കയായിരുന്നു ഇത്. എന്നാൽ നീരിൽ നിൽക്കുന്ന നന്ദനെ അവന്റെ പാപ്പാന്മാർ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ചികിത്സ നൽകുന്നത്. മദപ്പാടിലുള്ള ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് അവന്റെ നടകൾ വൃത്തിയാക്കുവാൻ ശ്രമിക്കുന്ന പാപ്പാന്മാരെയാണ് നമുക്ക് കോട്ടയിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. നീരിന്റെ ആലസ്യത്തിലും പാപ്പാന്മാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നന്ദനും അവരോട് സഹകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നീരിലും നന്ദന് പാദരോഗത്തിന്റെ ചികിത്സ തുടരുവാൻ പാപ്പാന്മാർക്ക് സാധിക്കുന്നുമുണ്ട്. നന്ദൻ എത്രയും വേഗം തന്നെ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരണമേ എന്ന് ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം.